Today we are going to discuss about culture method. Once again, this is an important topic from third semester BCom Pharmaceutical Microbiology, Unit 1, Cultivation of Anaerobes. നമ്മുടെ സിലബസിൽ അനേറോബ്സിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് usually there will be aerobic culture methods as well as anaerobic culture methods. So stream culture method, road tube method, pour plate method, difference between stream culture method and non-culture method, and discuss various cultivation of anaerobic bacteria, right? Not on aerobic culture methods. So ingane pala രീതിയിൽ question കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ we will go in detail with this topic. So this is the learning objective. By the end of the session, students will be able to differentiate between aerobic and anaerobic culture method, and they will be able to select appropriate technique for cultivation of each type of microorganism. So before going to aerobic and anaerobic culture method, what is meant by culture method? നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഡിഫറെന്റ് ടേംസുകൾ പറഞ്ഞ സമയത്ത് കണ്ടാമിനേഷൻ എന്ന് പറയുന്ന ഒരു ടേം പറഞ്ഞിട്ടായിരുന്നു. വാട്ട് ഈസ് മീൻ ബൈ കണ്ടാമിനേഷൻ? അൺഇന്റൻഷണൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിലോട്ടോ കൾച്ചർ മീഡിയത്തിലോട്ടോ അറിയാതെ മൈക്രോ ഓർഗാനിസം വരുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. കൾച്ചർ മെത്തേഡ് നേരെ ഓപ്പോസിറ്റ് ആണ്. വി ആർ ഡെലിബറേറ്റ്ലി ട്രാൻസ്ഫറിംഗ് എ മൈക്രോ ഓർഗാനിസം ഇൻടു എ കൾച്ചർ മീഡിയ ഫോർ എ പർപ്പസ് ഓഫ് ഗ്രോയിങ് ദ ബാക്ടീരിയ. മൈക്രോ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യുക എന്നുള്ള ഒരു പർപ്പസിൽ കൺട്രോൾഡ് ആയിട്ടുള്ള ലബോറട്ടറി എൻവയോൺമെന്റിൽ ന്യൂട്രിയന്റ് റിച്ച് മീഡിയത്തിൽ അല്ലെങ്കിൽ ലൈക്ക് ലിക്വിഡ് സെമി സോളിഡ് സോളിഡ് മീഡിയത്തിലോട്ട് മൈക്രോ ഓർഗാനിസത്തിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡിനെ പറയുന്നതാണ് കൾച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. Now, why do we have to do culture methods? Often we are performing culture method to isolate a pure culture or to allow identification of some bacteria or to study some properties of the microorganism or diagnostic testing. Please correct it. So diagnostic testing, you can note on that, and for the production of biotherapeutic fruit products. So these are the different purpose or goals of culture method. Now, what is meant by pure culture? Our first purpose was pure culture na isolate cheya ennalladayirunnu. So what is meant by pure culture? So it's a population of cell arising from a single cell. Culture method നമുക്ക് തന്നിരിക്കുന്ന ഒരു സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ അതുപോലെ ഗ്രോ ചെയ്യിക്കുക എന്നുള്ള പർപ്പസിൽ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ആ സൊല്യൂഷനെ ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള ന്യൂട്രിയന്റ് മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് കൾച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ചില കൾച്ചർ മെത്തേഡ്സുകൾ നമുക്ക് പ്യുവർ കൾച്ചർ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്യുവർ കൾച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ സൊല്യൂഷൻ ഹാവ് എ ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം, sometimes by doing this culture method we can isolate each strains or each species of the microorganism. So adine angane kittuna culture nu parayunnathu pure culture nu parayunnathu population of cell arising from a single cell, and usually by isolating the pure culture it will help to characterize the individual species of group of microorganisms nu ഓരോ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഓരോ സ്പീഷീസിനെയും നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു മാക്രോസ്കോപ്പിക് അപ്പിയറൻസിനെ പറയുന്ന പേരാണ് കോളനി എന്ന് പറയുന്നത്. സോ ഈവൻ മിക്സ്ചർ ഓഫ് സെൽ ഈസ് സ്പ്രെഡ് ഔട്ട് ഓൺ ആൻ agar surface so that every cell will grow completely separate colony. So colonies are microscopic visible cluster of microorganisms and solid media. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ഫിഗർ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു.
സെപ്പറേറ്റ് ആയിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ചില അഗ്രിഗേഷന്റെ രൂപത്തിലാണ് ഇൻക്യുബേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ കാണാൻ പറ്റുക. അപ്പൊ അതിനെ പറയുന്നത് ഏതാണ്? കോളനീസ് എന്ന് പറയുന്നത്. ഓക്കെ. Now there are two types of culture methods: aerobic culture methods and anaerobic culture methods. So as the name indicates, aerobic culture methods are the laboratory techniques which is used to cultivate the microorganisms that require oxygen for their growth. Oxygen's presence in growth കാണിക്കുന്ന മൈക്രോ ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്യാനുള്ള മെത്തേഡിനെ പറയുന്നവരാണ് aerobic culture methods. So what are the different examples of aerobic microorganisms? Mycobacteria, tuberculosis, Pseudomonas aeruginosa, E. coli, Staphylococcus aureus. So these are some of the examples of aerobic microorganisms. Now coming to the anaerobic culture method. So of course it is anaerobic microorganism culture ചെയ്യാനുള്ളതായിരിക്കും. So what is meant by anaerobic microorganism? These are the organisms which will die or there will be some kind of harmness to the microorganism when it grow in presence of oxygen. Oxygen's in the presence of grow ചെയ്തു കഴിഞ്ഞാൽ കിൽ ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് ഉണ്ടാവുന്നതോ ആയിട്ടുള്ള ചില മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ anaerobic micro organisms എന്ന് പറയുന്നത്. ഓക്കെ. So these are some of the examples: Clostridium difficile, Clostridium perfringens, Clostridium septicum, Bacteroid fragilis, Lactobacillus acidophilus, Bifidobacterium bifida, Fusobacterium nucleatum. So this is a question actually. Give me some examples for 2 mark question and examples for aerobic microorganism and anaerobic microorganism. 2 mark question. So the example നമുക്ക് എഴുതാൻ പറ്റണം. 2 മാർക്കിന് വേറെ എന്ത് എഴുതിയ കാര്യമില്ല, എക്സാമ്പിൾസ് തന്നെ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ. Now coming to aerobic culture method. ഇത് നമ്മൾ aerobic culture method മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. So as we mentioned, aerobic culture methods are the laboratory techniques to cultivate aerobic microorganisms. And there are different types of aerobic culture methods. Specifically, there are 8 different methods for aerobic culture method: street culture, pour plate culture method, spread plate technique, straw culture, lawn or carpet culture, stab culture, liquid culture, sweet plate method. So depending on the question, you have to answer whether the question is very specific, like anaerobic culture method or aerobic culture method. അങ്ങനെ സ്പെസിഫിക് ആയിട്ടാണ് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു ടോപ്പിക് മാത്രം ആൻസർ ചെയ്താൽ മതി. അങ്ങനെയല്ല ചോദിച്ചത്. ഫോർ എക്സാമ്പിൾ, റൈറ്റ് ആൻ എസ്സേ ഓൺ കൾച്ചർ മെത്തേഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ you have to write both aerobic and anaerobic culture method. Okay. So first you have to enlist all the 8 methods for aerobic culture method. 8 methods list ചെയ്യാൻ നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കണം. Street culture, pour plate method, spread plate technique, straw culture, lawn or carpet culture method, stab culture, liquid culture, sweet plate culture. Okay. So let's start one by one. Before starting each method, I want to clarify one thing. All these cultural methods are the method with which we are deliberately transferring the suspension of microorganism, which is known as inoculum. Suspension of microorganism എന്ന് പറയുന്നത് പേരാണ് ഇനോക്കുലം എന്ന് പറയുന്നത്. ഡെലിബറേറ്റ് ആയിട്ട് ഈ ഇനോക്കുലത്തിനെ ഒരു ഫ്രഷ് കൾച്ചർ മീഡിയത്തിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ഒരു മെത്തേഡിനെയാണ് കൾച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. Now only the difference is how do we transfer this one, whether we are using some kind of inoculating tool or by directly pouring or by mixing with the culture media or mixing the culture media and then pouring to empty the dish. ഇങ്ങനെയുള്ള ഡിഫറൻസുകളാണ് ഇതിലൊക്കെ വരാൻ പോകുന്നത് മനസ്സിലാക്കാം. എല്ലാ മെത്തേഡിലും ഇനോക്കുലം ഉണ്ടാവും, കൾച്ചർ മീഡിയ ഉണ്ടാവും. ചില സമയത്ത് കൾച്ചർ മീഡിയ ലിക്വിഡ് ആയിരിക്കും, ചില സമയത്ത് സെമി സോളിഡ് ആയിരിക്കും, ചില സമയത്ത് സോളിഡ് മീഡിയ ആയിരിക്കും. ഈ സാധനത്തിലോട്ട് സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ
ഇവിടെ ഡിഫറൻസ് വരാനുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് സ്ട്രീറ്റ് കൾച്ചർ മെത്തേഡ് ഓർ സർഫസ് ഫ്ലാറ്റ് പ്ലേറ്റിംഗ്. So this is the first method and very simple method. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഐസൊലേറ്റഡ് പ്യുവർ കൾച്ചറിനൊക്കെ നമ്മൾ കൾച്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. സോ ഹിയർ വി വിൽ ഹാവ് ആൻ മൈക്രോബിയൽ മിക്സ്ചർ, suspension of microorganisms in the form of suspension, and this suspension is transferred into edge of an agar plate. What is meant by agar plate? It is nothing but an prepared solid culture media in petri dish. Okay, നമ്മൾ ആദ്യം petri dish sterilize ചെയ്യും, culture media, solid media നമ്മൾ prepare ചെയ്യും. solid media for example nutrient agar നമ്മൾ prepare ചെയ്യും, അതിനെ sterilize ചെയ്യും, കുറച്ചൊന്ന് തണുക്കാൻ പറ്റും, ഒരു 50 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 60 ഡിഗ്രി സെൽഷ്യസിലോട്ടൊക്കെ അത് കൂൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൂൾ ചെയ്ത സാധനത്തിനെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള എംപ്റ്റി petri ഡിഷിലോട്ട് കൂൾ ചെയ്ത് വെക്കും. അത് ഒരു 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് 40 ഡിഗ്രി സെൽഷ്യസിന്റെ താഴോട്ട് ടെമ്പറേച്ചർ വരുന്ന സമയത്ത് we will get an solid culture media in a petri dish that is known as agar plate അല്ലെങ്കിൽ petri plate. അങ്ങനെയുള്ള ഒരു സാധനത്തിനെയാണ് നമ്മൾ petri plate അല്ലെങ്കിൽ agar plate എന്ന് പറയുന്നത്. ഓക്കെ, ഈ agar പ്ലേറ്റിന്റെ സർഫസിന്റെ മുകളിലോട്ട് ഇനോക്കുലേറ്റിംഗ് ഗ്രൂപ്പ് യൂസ് ചെയ്തിട്ട് സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കൾച്ചർ മെത്തേഡിനെ പറയുന്ന പേരാണ് സ്ട്രീറ്റ് കൾച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. സർഫസ് പ്ലേറ്റിംഗ് അല്ലെങ്കിൽ സ്ട്രീറ്റ് കൾച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു നമ്മള് പേപ്പറിന്റെ മുകളിൽ പേന വെച്ച് വരയ്ക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും, ഇനോക്കുലേറ്റിംഗ് ഗ്രൂപ്പ് യൂസ് ചെയ്തിട്ട് ഇനോക്കുലേറ്റിംഗ് ഗ്രൂപ്പ് ഇനോക്കുലത്തിനെ ഡിപ്പ് ചെയ്ത് നമ്മൾ സർഫസിന്റെ മുകളിൽ വരയ്ക്കും. ഓക്കെ, അതിനാണ് സ്ട്രീറ്റിംഗ് എന്ന് പറയാം. സോ ദിസ് ഈസ് സ്ട്രീറ്റഡ് ഓവർ വെൽ ഡ്രൈഡ് സർഫസ് ഓഫ് ദ പ്ലേറ്റ് ആൻഡ് ബിഫോർ ഡൂയിങ് എനി കൈൻഡ് ഓഫ് എക്സ്പെരിമെന്റ് വി ഹാവ് ടു ഗോ ഫോർ സ്റ്റെറിലൈസേഷൻ. സോ ബിഫോർ യൂസിംഗ് ദ ഇനോക്കുലേറ്റിംഗ് ഗ്രൂപ്പ് വി ഹാവ് ടു സ്റ്റെറിലൈസ് ബൈ flaming and red hotting the inoculating group. Okay, inoculating group ആദ്യം തന്നെ നമ്മൾ ഫ്ലെയിമിൽ കാണിച്ച് റെഡ് ഹീറ്റ് ആവുന്നത് വരെ സ്റ്റെറിലൈസ് ചെയ്യും. റെഡ് ഹീറ്റ് ആയ സാധനം തണുക്കാനുള്ള സമയം കൊടുക്കും. തണുത്തതിന് ശേഷം ഇനോക്കുലേറ്റിംഗ് ഗ്രൂപ്പ് ഇനോക്കുലത്തിൽ ഡിപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ കൾച്ചർ മീഡിയ, സോളിഡ് ആയിട്ടുള്ള കൾച്ചർ മീഡിയയുടെ മുകളിലോട്ട് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യും. സോ ആസ് വി നോ inoculating group are made up of platinum groups. സോ നമുക്ക് എത്രയും അത് ഹീറ്റ് ചെയ്യാം, റെഡ് ഹീറ്റ് ആവുന്നത് വരെ ഹീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് മെത്തേഡ്? സോ വി ക്യാൻ ഐസൊലേറ്റ് ദ pure culture of the microorganism. That is the advantage of this method. So this is the method. We will sterilize the inoculating group by using Bunsen burner. This is a type of Bunsen burner. Then we are using the normal flame. Normal flame using the പകരം നമ്മുടെ ഇനോക്കുലേറ്റിംഗ് ഗ്രൂപ്പിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്ലെയിമിൽ തന്നെയാണ് ബൺസൺ ബർണർ എന്ന് പറയുന്നത്. Then after cooling the inoculating group, we will dip the inoculating group into the suspension of microorganism. Then we will transfer to the surface of the solid culture media. So inoculate street culture എന്ത് മീഡിയാണ് എടുക്കുന്നത്? സോളിഡ് കൾച്ചർ മീഡിയാണ് എടുക്കുന്നത്. സർഫസിൽ മാത്രമേ നമ്മൾ സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ ഇനോക്കുലേറ്റിംഗ് ഗ്രൂപ്പ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് ഒബ്സർവേഷൻ കിട്ടുക? സർഫസിൽ മാത്രമേ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ സർഫസിൽ മാത്രമേ ഇതുപോലെ എങ്ങനെയാണോ നമ്മൾ സ്ട്രിപ്പ് ചെയ്തത് ആ രീതിയിലുള്ള ഗ്രോത്ത് ആയിരിക്കും ആഫ്റ്റർ ദ ഇൻക്യുബേഷൻ നമുക്ക് കാണാൻ പറ്റും. നമ്മളിത് ഇനോക്കുലേറ്റ് ചെയ്ത് ഇൻക്യുബേറ്ററിൽ കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും? നാളെ ഇൻക്യുബേഷൻ ചെയ്ത് കഴിയുന്ന സമയത്ത് ഒബ്സർവേഷൻ ലൈക്ക് ദിസ്. എങ്ങനെയാണോ നമ്മൾ സ്ട്രിപ്പ് ചെയ്തത് അതുപോലെ സെപ്പറേറ്റ് നമ്മൾ വളരെ കൺഫ്ലുവന്റ് ആയിട്ടാണ് സ്ട്രിപ്പ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കാണും. ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ സ്ട്രിപ്പ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ കിട്ടും. And if you are trying to drag it on the surface like this, you will get the isolated colonies. So these colonies indicate these are the cells which is originated from a single cell of the bacteria. So we can isolate the single type of bacteria from the street culture method. That is the advantage of street culture method. എന്താണ് ചെയ്തത്? ഇനോക്കുലേറ്റിംഗ് ഗ്രൂപ്പ് യൂസ് ചെയ്തിട്ട്
സോളിഡ് ആയിട്ടുള്ള കൾച്ചർ മീഡിയത്തിന്റെ സർഫസിലോട്ട് ഇനോക്കുലത്തിന് ട്രാൻസ്ഫർ ചെയ്യും. ആ ഒരു മെത്തേഡ് പറയുന്നതിലാണ് സ്ട്രീക്ക് കൾച്ചർ അല്ലെങ്കിൽ സർഫസ് പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. Now coming to the second method, that is the pour plate method. പേര് പറയുന്ന പോലെ തന്നെ പ്ലേറ്റിലോട്ട് pour ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലേറ്റ് എന്താണ്? പ്ലേറ്റ് എംപ്റ്റി ആണ്. എന്താണ് പ്ലേറ്റ്? പെട്രി ഡിഷ് ആണ്. എംപ്റ്റി ആയിട്ടുള്ള പെട്രി ഡിഷിലോട്ട് mixture of solid media in the form of liquid with the suspension of microorganisms. Instead of using inoculating you, here we are going to prepare the solid culture media. Solid culture media prepare ചെയ്യുന്നു. ഒരു 50 degree Celsius സമയത്ത് we will transfer into an test tube. Then we will add the suspension of microorganism directly into this culture media. Liquid form il nikkunna solid culture mediathilottu suspension of microorganism add cheyunu, nannayittu mix cheyunu. Ee mixture of suspension of microorganism and culture media is poured into an empty sterile petri dish. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്? pour plate method എന്ന് പറയുന്നത്. So here the original sample is diluted several times to reduce the microbial population, and the small volume is of diluted sample is mixed with the liquid agar cooled to 45 degrees Celsius, and this mixture is poured to an empty sterile petri dish. Okay, ഇങ്ങനെ നമ്മൾ empty ആയിട്ടുള്ള ഒരു petri dishലോട്ട് pour ചെയ്തു. സോളിഡ് മീഡിയ ആണ്. 40 ഡിഗ്രി സെൽഷ്യസിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അത് സോൾഡിഫൈ ചെയ്യും. സോൾഡിഫൈ ചെയ്ത ഈ സാധനത്തിന് നമ്മൾ ഇൻക്യുബേറ്ററിൽ കൊണ്ടുവെക്കും. നാളെ നമുക്ക് എങ്ങനെയായിരിക്കും ഒബ്സർവേഷൻ കിട്ടുക? സർഫസിൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ? അല്ല, നമ്മൾ മിക്സ് ചെയ്ത സമയത്ത് ആ കൾച്ചർ മീഡിയന്റെ എവിടേക്ക് മൈക്രോ ഓർഗാനിസം എത്തിയിട്ടുണ്ടോ, എത്ര തിക്നെസ് അത് വന്നിട്ടുണ്ടോ, ആ എൻ്റയർ തിക്നെസ്സിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് അവിടെ ഉണ്ടാവും. ഓക്കെ, സോ ആഫ്റ്റർ ദ ഇൻക്യുബേഷൻ colonies are seen throughout the depth of medium, and which can be inoculated using colony counters. Okay, so this is advantage. We can separate the isolated colony only if we are diluted several times. അങ്ങനെയാണെങ്കിൽ മാത്രമേ സെപ്പറേറ്റഡ് കോളനീസുകൾ കിട്ടുള്ളൂ. സ്ട്രീക്ക് കൾച്ചർ പോലെ വരച്ചാൽ കിട്ടൂല. നമ്മൾ ഡയലൂട്ടഡ് ആയിട്ടുള്ള സാമ്പിൾ ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ you will get separated quantity, separated colonies, and quantitative techniques. We can use this for identifying or counting the number of viable microorganisms. Viable ആയിട്ടുള്ള microorganismത്തിന്റെ number count ചെയ്യാനും കൂടി വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. So this is the method. So we will have an initial sample of suspension of microorganism. From this initial sample, we will take 1 ml to 9 ml of nutrient media like nutrient agar, which is in the 45 degrees Celsius. So it will be in liquid formula in 45 degrees Celsius in hour. So this is 1:10 ratio, right? In 9 ml nutrient agar ഉണ്ടാവും, 1 ml suspension of microorganism ഉണ്ടാവും. From this mixture, we will take 1 ml and we will transfer to 9 ml of fresh culture media. But the concentration എത്രയായിരിക്കും? Again 1:10 ആണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് 1:100 ആയിരിക്കും. 100 ml എടുക്കുന്ന സമയത്ത് അത് 1 ml ഉണ്ടാവും. അതേ റേഷ്യോ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. Once again, if we are diluting 1 ml to 9 ml nutrient agar and mixing, then we will transfer it into an empty petri dish and we will incubate that. So depending on the dilution, we can see as the dilution increases, there will be decreasing number of microorganisms. Okay, so dilution കൂടുന്നതിനനുസരിച്ച് we can separate isolated colonies. ഇവിടെ വരുന്ന സമയത്ത് it will be very easy to isolate the pure culture. ഇവിടെ വരുന്ന സമയത്ത് കുറേയധികം മൈക്രോഓർഗാനിസംസുകളുണ്ട് because it containing more microorganisms. Okay, so that is the pour plate method. Here the mixture of suspension of microorganism is mixed with the solid culture media at 45 degrees Celsius, and then this is poured into an empty petri dish. Okay, so how will be the growth? There will be growth from the surface as well as depth of the
entire depth of the microorganism. Okay. Now coming to the spread plate method. As the name indicates, we will pour the suspension of microorganism, diluted samples of microorganism like 30 to 300 cell per ml enna രീതിയിൽ concentrated ആയിട്ടുള്ള diluted suspension of microorganism to the center of an solid culture media or agar plate. ഇനി agar plate എന്ന് എവിടെ കേട്ട് കഴിഞ്ഞാലും മനസ്സിലാക്കാം, ഫ്രഷ് ആയിട്ടുള്ള സോളിഡ് കൾച്ചർ മീഡിയം പ്രിപ്പയർ ചെയ്ത് അതൊരു എംപ്റ്റി വെറ്റ് ഡിഷിലോട്ട് pour ചെയ്ത് അതിനെ സോളിഡിഫൈ ചെയ്തിട്ടുള്ള സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഗാർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ അഗാർ പ്ലേറ്റിന്റെ സെന്ററിലോട്ട് സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ആഡ് ചെയ്തതിനു ശേഷം we will use a bent glass rod to spread it. We will use a bent glass rod to spread it. So, അങ്ങനെയുള്ള ഒരു മെത്തേഡിനെയാണ് നമ്മൾ സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. So this is a bended glass rod actually. So before using this bended glass rod, we will dip this bended glass rod in an alcohol, then we will flame to sterilize the bended glass rod, and the suspension microorganism is directly poured to the nutrient agar or agar plate by using a micro pipette. Then we will use this bended glass rod to spread to the entire surface of the microorganism. Okay, entire ആയിട്ടുള്ള സർഫസിലോട്ട് ഈ നമ്മൾ pour ചെയ്തിട്ടുള്ള സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ ബെൻഡഡ് ഗ്ലാസ് റോഡ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സ്ട്രീറ്റ് കൾച്ചർ മെത്തേഡിൽ നമ്മൾ എന്തായാലും യൂസ് ചെയ്യുന്നത് ഇനോക്കുലേറ്റിംഗ് ലൂപ്പാണ് യൂസ് ചെയ്തത്. ഫോർപ്ലേറ്റിലോ നമ്മൾ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പകരം എന്താണ് ചെയ്തത്, സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ കൾച്ചർ മീഡിയമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ എംപ്റ്റി വെറ്റ് ഡിഷിലോട്ട് pour ചെയ്യുകയാണ് ചെയ്തത്. സ്പ്രെഡ് പ്ലേറ്റിൽ നമ്മൾ എന്താണ് ചെയ്തത്, നമ്മൾ സെന്ററിലോട്ട് സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ആഡ് ചെയ്തു, എന്നിട്ട് ഒരു ബെൻഡഡ് ഗ്ലാസ് റോഡ് യൂസ് ചെയ്തിട്ട് അതിനെ സ്പ്രെഡ് ചെയ്ത് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ആക്കി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ്. So as the number of isolated colony will be equal to number of viable microorganisms. So as the dilution increases, we can get the individual isolated colonies. And where will be the growth of microorganism? Microorganism's growth of whether it is on the surface or streaked area or entire depth. Entire സർഫസിൽ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ entire സർഫസിൽ എവിടെയൊക്കെ മൈക്രോ ഓർഗാനിസം വന്നിട്ടുണ്ടോ അവിടെയൊക്കെ സർഫസിൽ മാത്രം ഗ്രോത്ത് കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കൾച്ചർ മെത്തേഡ് ആണ് സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, now coming to the stroke culture method. So stroke culture method is same as that of streak culture method. Here also we will use inoculating loop, but instead of nutrient agar, we are going to use an slant or agar slope. So what is mean by slant or agar slope? So we will prepare the nutrient agar in a conical mass. So we will do that in practical. The conical mass will നമ്മൾ nutrient agar prepare ചെയ്യും. Then we will blend with the cotton bud. Then we will cover it with aluminum foil and we will sterilize in autoclave at 15 lbs or 121 degrees Celsius for 15 minutes. So this is the procedure for preparing nutrient agar. After preparing nutrient agar, if we are transferring this into a petri dish, okay, ഈ ഒരു ഡെപ്തിലാണ് നമ്മൾ petri dishലോട്ട് pour ചെയ്തിട്ട് നമുക്ക് കിട്ടാന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്നതാണ് petri plate അല്ലെങ്കിൽ agar plate എന്ന് പറയുന്നത്. Okay. So instead of adding this nutrient agar into a petri plate, if we are adding this into a boiling tube add ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൂൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബോയിലിംഗ് ട്യൂബ് എങ്ങനെയാണോ വെക്കുന്നത് അങ്ങനെയായിരിക്കും അതിൽ കൾച്ചർ മീഡിയ സോളിഡിഫൈ ചെയ്യുക. So if we are placing this as a vertical, we will get a solid culture media in the form of this one. Suppose if we are placing this boiling tube in this slope position, we will get a slope of solid culture media on the boiling tube.
So that's what we are going to use in the straw culture method. Instead of nutrient plate, nutrient agar or agar plate, we will use some kind of slope, agar slope or agar slant, and then we will inoculate the agar slope, surface of the agar slope or agar slant by using inoculating tube. So wherever the sleep occurs, the growth of microorganism will be there on that area, instead of surface of the petri tray. There will be growth of microorganism on this slope. Okay, atra maatre difference ullu. It is same as that of the street culture method, but only difference is it is performing on a slope, nutrient agar slope, which is taken in a boiling tube. Boiling tube il edutittulla ഒരു agar slope ന്റെ മുകളിലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സാധാരണ ചെയ്യുക. And this is mainly used to provide your culture of bacteria for slide agglutination and as well as other diagnostic tests. Now coming to the next one, that is lawn or carpet culture method. So as the name indicates, what is meant by lawn? Lawn എന്ന് പറഞ്ഞാൽ എന്താ? കട്ടിയായിട്ടുള്ള പുല്ലിനൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ലോൺ എന്ന് പറയാം. നമ്മുടെ മുന്നിൽ കുറച്ച് മുന്നൊക്കെ ഉണ്ടായിരുന്ന പുല്ല്, അത്രയും കട്ടിയായിട്ടുണ്ടായിരുന്ന പുല്ല്, അതിനെയാണ്. സോ അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർഫസിൽ എന്ത് ചെയ്യേണ്ടി വരും? സർഫസിൽ എക്സസ് ആയിട്ട് സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിന് ആഡ് ചെയ്യേണ്ടി വരും. അതിന്റെ മുകളിൽ ഫ്ലൂയിഡ് ഒഴിക്കുന്ന രീതിയിൽ, വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന രീതിയിൽ സർഫസ് വെള്ളത്തിൽ നിൽക്കുന്ന രീതിയിലുള്ള അത്രയും വോള്യൂം ഓഫ് സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിന് നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഫ്ലൂയിഡിംഗ് ദ സർഫസ് ഓഫ് agar plate with the liquid suspension of microorganism, and then the excess of inoculum is pipetted off by using micropipettes. മൈക്രോബയോളജിയിൽ നമ്മൾ ഒരു കാരണവശാലും നോർമലി സക്ക് ചെയ്യുന്ന രീതിയിലുള്ള പിപ്പറ്റ്സുകൾ യൂസ് ചെയ്യൂല, അതിന് പകരം മൈക്രോ പിപ്പറ്റ്സുകളാണ് യൂസ് ചെയ്യുക. സോ ബൈ യൂസിങ് മൈക്രോ പിപ്പറ്റ്സ്, then we can also do this method by using some kind of swab techniques. ഇതുപോലെ ഒരു എന്തെങ്കിലും ഒരു സാധനം നമ്മളെ ബൈസിലൊക്കെ പോലെയുള്ള സാധനത്തിൽ ഈ സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിൽ ഡിപ്പ് ചെയ്തിട്ട് എൻ്റെ സർഫസ് നമുക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റും. So that is the way, or also can be inoculated by applying a swab softly in the bacterial suspension. So how will be the observation after the incubation? There will be a uniform layer of suspension of microorganism. Uniform layer of suspension of microorganism ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. Okay. Now this is mainly used for, this culture method is mainly used for performing antibiotic sensitivity testing, bacteriophage typing, and preparation of bacterial antigens and vaccines. So this is the method of lawn culture. Either we will fluid the nutrient agar plate with excess of suspension of microorganism, and excess of suspension is pipetted off, or by dipping the swab in a suspension of microorganism and spreading on the entire surface of the fresh solid culture media. So we will get an observation like this. Actually, this is the zone of incubation which we will get when we are performing an antibiotic sensitivity test. Okay, ഈ ആന്റിബയോട്ടിക്കിന് ഇവിടെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ ഗ്രോത്ത് കാണിക്കേണ്ട സ്ഥലത്ത് ഒരു ക്ലിയർ ആയിട്ടുള്ള സോൺ കിട്ടിയത്. കാരണം due to the action of that antibiotic is diffused to the surface and it inhibited the growth of microorganism till the area where the antibiotic is reached. Diffusion വഴി ആന്റിബയോട്ടിക് റീച്ച് ചെയ്തിട്ടുള്ള അത്രയും ഏരിയയിലോട്ട് ആ ആന്റിബയോട്ടിക് എത്തിയ സമയത്ത് എന്ത് സംഭവിച്ചു? ആ ചുറ്റുമുള്ള ഏരിയയിലുള്ള ഗ്രോത്ത്. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ കാണണം? നമ്മൾ ഈ ആന്റിബയോട്ടിക് വെച്ച സമയത്ത് ഇതുപോലെ കാണുന്നുണ്ട്, ഈ ആന്റിബയോട്ടിക് വെച്ച സമയത്ത് അതിന് ചുറ്റൊന്നും ഇതുപോലെ സോൺ ഓഫ് ഇൻഹിബിഷൻ ഫോം ചെയ്തിട്ടില്ല. ഇതുപോലെ യൂണിഫോം ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കൾച്ചർ മെത്തേഡാണ് ഏത്? ലോൺ ഓർ കാർപ്പറ്റ് കൾച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ പ്ലേറ്റുകൾ യൂസ് ചെയ്യുന്ന ഒരു പർപ്പസ് ആണ് ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്.
Next one, stab culture method. എന്താണ് സ്റ്റാബ് എന്ന് പറഞ്ഞാൽ കുത്തുക. ഓക്കെ, കത്തി കൊണ്ട് കുത്തുന്നതിനേക്കാണ് നമ്മൾ ഇംഗ്ലീഷിൽ സ്റ്റാബ് എന്ന് പറയുന്ന ഈ വേർഡ് യൂസ് ചെയ്യാം. സെയിം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൾച്ചർ മീഡിയക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. കുത്തുന്ന സാധനം ഉള്ളിലോട്ട് പോകുന്ന കൺസിസ്റ്റൻസി ഉള്ള കൾച്ചർ മീഡിയ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സെമി സോളിഡ് മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു സെമി സോളിഡ് മീഡിയത്തിലോട്ട് ചാർജ്ഡ് ആയിട്ടുള്ള വയേഴ്സുകളാണ് നമ്മൾ പങ്ക്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാബ് ചെയ്യുന്നത്. Okay, so that is the method. It is prepared by puncturing suitable media such as nuclear gelatin or glucose agar with a long straight charged inoculated wire. ഇനോക്കുലത്തിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ലോങ് ആയിട്ടുള്ള ചാർജർ എന്ന് പറഞ്ഞാൽ ഇനോക്കുലത്തിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇലക്ട്രിക് ചാർജ് കൊടുക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്. ഇനോക്കുലത്തിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു വയറിനെ നമ്മൾ അതിലോട്ട് പങ്ക്ചർ ചെയ്യിക്കുക എന്നുള്ള മെത്തേഡാണ് സ്റ്റാബ് കൾച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. And then this medium is allowed to set with the tube in the upright position. നോർമൽ പൊസിഷനിൽ തന്നെയാണ് നമുക്ക് ചെരിച്ചു വെക്കാൻ പാടില്ല. നോർമൽ വെർട്ടിക്കൽ ആയിട്ടുള്ള പൊസിഷനിൽ തന്നെയാണ് വെക്കുക. So this is the procedure. So this is mainly used to demonstrate gelatin liquefaction. So there are some microorganisms which have an ability to liquefy the gelatin. Gelatin is actually a semi-solid content. So ചില മൈക്രോ ഓർഗാനിസത്തിൽ ചില എൻസൈമുകൾ റിലീസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസുകളാണ് നമ്മൾ ഇങ്ങനെ സ്റ്റാബ് ചെയ്തതെന്നുണ്ടെങ്കിൽ ജലാറ്റിൻ കണ്ടെയ്നിങ് മീഡിയത്തിനെ ലിക്വിഫൈ ചെയ്യും. അത്രയും ഏരിയ സോളിഡ് സെമി സോളിഡ് ആയി നിൽക്കാതെ ലിക്വിഫൈഡ് രൂപത്തിലായിട്ട് നിൽക്കുക. And also this is used to study motile microorganisms. Motile microorganisms have an ability to move from one direction to another direction. So if it is a semi-solid media, we can directly observe from the charged position of the inoculum. If there is any kind of microorganism, it will move to other parts of the culture media. And also to study the oxygen requirement of the bacteria. So this is an example of gelatin liquefaction, which is mainly used to identify some bacteria which can produce an enzyme which is known as protease. Protease എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ എബിലിറ്റി ഉള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഈ സ്റ്റാബ് കൾച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. So this protease enzyme can hydrolyze the gelatin and therefore it will liquefy the solid gelatin medium. Solid gelatin medium. Okay. Now coming to another application of stab culture. So if you are stabbing a mixture of motile and non-motile microorganism by stab culture method, only the motile microorganism will swim around and non-motile microorganism will be where we charge or where we stab that. ഇവിടെയാണോ നമ്മൾ പങ്ക്ചർ ചെയ്തിട്ടുള്ളത് അവിടെ മാത്രം നിൽക്കും. എങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസം ആണെങ്കിൽ നോൺ മോട്ടൈൽ മൈക്രോ ഓർഗാനിസം ആണെങ്കിൽ, മോട്ടൈൽ മൈക്രോ ഓർഗാനിസം ആണെങ്കിൽ it will swim around the culture media anywhere. Okay, so that is the stab culture method. Okay, now coming to the liquid culture method. So it's a very simple method as the name indicates. Instead of using any kind of solid or semi-solid media, we will use a liquid culture medium. We will transfer suspension of microorganism or liquid suspension of microorganism into a liquid culture medium, either by an inoculating route or by directly pouring or by using micropipette. എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ടെസ്റ്റ് ട്യൂബിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലോട്ട് നമ്മൾ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഇനോക്കുലേറ്റിംഗ് ഗ്രൂപ്പ് യൂസ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ടുള്ള കൾച്ചർ മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് മൈക്രോപിപ്പറ്റോ സിറിഞ്ചോ യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഫ്രഷ് ആയിട്ടുള്ള ഒരു കൾച്ചർ മീഡിയത്തിലോട്ട് സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ ട്രാൻസ്ഫർ ചെയ്യാം. Both will be in liquid state. Suspension of microorganism will be in liquid state. Culture media also will be in the liquid state. So this is mainly used for performing blood culture, sterility testing, continuous cell culture. So this is some of the blood culture routine. So we will transfer the blood to the liquid culture media which is taken in the bottle and we will incubate it. Okay. So there are many advantages for this liquid culture. In all other methods, we have one limitation.
വളരെ ഡയലൂട്ടഡ് ആയിട്ടുള്ള സൊല്യൂഷനെ യൂസ് ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ. വളരെ ചെറിയ വോളിയം ഓഫ് ഇനോക്കുലം മാത്രമേ യൂസ് ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ ഇതുവരെ യൂസ് ചെയ്ത എല്ലാ മെത്തേഡിലും. But here we can use large volume of inoculum to transfer into a liquid culture media. എത്ര വോളിയം വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. So that is the first advantage. And it is very used to inoculum containing antibiotic and inhibitory substance. So inhibitory ആയിട്ടുള്ള substance containing സാധനത്തിലോട്ടും മൈക്രോ ഓർഗാനിസത്തിന് ആഡ് ചെയ്യുന്ന സമയത്ത് instead of producing turbidity, there will be a clear solution. Okay, but there are some disadvantages. It will not provide any kind of pure culture. That മാത്രമാണ് ഇതിന്റെ disadvantage because it's a liquid media. We cannot get separated colonies. We will get a mixture of solution. It may containing many type of microorganisms. So that is the disadvantage of liquid culture. Now last one, sweep plate culture method. So that is the last one method. Sweep plate culture method. So here this is not a conventional method actually. നമുക്ക് പറയാൻ പറ്റുന്ന മാത്രമുള്ള ഒരു മെത്തേഡ് മാത്രമാണ്. So if we have a growth of microorganism on the surface of solid culture media, we will rub that with an cotton so that it will shed some of the particle on the culture media which is taken at the bottom. നമ്മൾ താഴെ ഒരു കൾച്ചർ പ്ലേറ്റ് ഉണ്ടാക്കി വെച്ചു. ആ കൾച്ചർ പ്ലേറ്റിന്റെ മുകളിൽ ഓൾറെഡി സോളിഡ് ആയിട്ടുള്ള കൾച്ചർ മീഡിയത്തിന്റെ മുകളിൽ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് റബ് ചെയ്യുക. റബ് ചെയ്യുന്ന സമയത്ത് there will be some shedding of microorganism into this culture media which is taken at the top. Okay, അങ്ങനെ ആ ഷെഡ് ചെയ്യുന്ന പാർട്ടിക്കിൾസിൽ നിന്ന് ഉണ്ടാവുന്ന കൾച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്വീപ്പ് കൾച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞത്. Dust particles straight down from the surface will settle on the culture media and colony will develop upon the incubation and it will be very easy to count and estimate. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഈച്ച് കോളനീസ് നമുക്ക് കൗണ്ട് ചെയ്യാനും അതിനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ദീസ് ആർ some of the questions from this area. റോൾ 2 മെത്തേഡ് ഒക്കെ അനറോബിക് കൾച്ചർ മെത്തേഡിൽ വരുന്നതാണ്. നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. So what is meant by street culture method? What is meant by core plate method? What is the difference between street culture and lawn culture method? And what are the different various aerobic culture methods? Write an essay on culture method. Also, if there is any question like culture method for 10 marks, you have to elaborate both aerobic culture methods and anaerobic culture method that we will discuss in the next class. Okay, എന്താണ് anaerobic culture method എന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. So depending on the question and depending on the mark, you have to elaborate the things. എന്താണോ നിങ്ങൾക്ക് ചോദിച്ചത്, if there is not a specific question like culture method മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ there are 2 type of culture method. One aerobic and anaerobic culture methods ഉണ്ട്. So depending on the mark, 10 മാർക്കിനൊക്കെയാണ് ചോദിച്ചിരുന്നത് നിർബന്ധമായിട്ടും aerobic culture method എഴുതണം, anaerobic culture method എഴുതണം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആണ്. aerobic culture method മാത്രം ചോദിച്ചാൽ അത് മാത്രം എഴുതാം, anaerobic culture method മാത്രം ചോദിച്ചാൽ അത് മാത്രം എഴുതാം. അല്ലെങ്കിൽ ഇതുപോലെ 2 മാർക്കിന് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ, so that's all about the aerobic culture method. Hope it is clear. Thank you for your patience.